ഫോറസ്റ്റ് ജേണിക്ക് ശേഷം ഞങ്ങൾ നേരെ സൂവിൽ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതാണ് സൂവിന്റെ ഏതാണ് അത് വേറെ വലുതല്ലേ. ഇത് നടന്ന ചെയ്യത്തില്ല, ഞങ്ങള് ടൂർ പോയതോടെയാ. ഗൈസ് സൂവിൽ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്നൊക്കെ നോക്കട്ടെ. ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാം. ഫസ്റ്റ് സൈറ്റിംഗ് കഴിഞ്ഞ് അടുത്തതിനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കൊറേ പാർക്കോ അങ്ങനെ നമ്മള് മൈസൂരിലൊരു 5-8 ജിറാഫൊക്കെ ഉണ്ടാവും. എന്റെ പോലെ ഇത്ര ദൂരെ ജിറാഫിനെ കണ്ടിട്ട് നമ്മൾ പിന്നെ അടിക്കാൻ പോകുന്നു. പിന്നെ അങ്ങോട്ട് ഗ്രേറ്റ്. ഈ സൂവിന്റെ അകത്ത് വാവ് ഗൈസ് നോക്കൂ ഗൈസ്, വാവ് എന്തേ സാധനം, എന്ത് സാധനം അടിച്ചതിന്റെ സാധനം എന്താന്ന് ബ്ലാവാ കുതിരേ എന്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എന്താ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഉണ്ടോ? അങ്ങനെ അടുത്ത നമ്മുടെ ഇതിനെ കണ്ടതിന് ശേഷം ഈ മറ്റേ പുള്ളിപ്പുലിയാണ് പേടാ. മറ്റേ പേരെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. ഇതിന് ട്രെയിൻ ചെയ്തിട്ടേക്കുന്നു കേട്ടോ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ഇവിടെ വന്നിട്ട് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. എൽവി റെസ്റ്റോറന്റിൽ പോയി ഐസ്ക്രീം കഴിക്കട്ടെ. നോർമൽ റേറ്റ് ആണ്, കഴിക്കണമെങ്കിൽ കഴിക്കാം. 110 രൂപ. കക്ക നൂഡിൽസോ ഇവിടെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. കക്ക നൂഡിൽസ് വായിസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റമേശാന് ഫുഡ് കഴിച്ചു ബാക്കി. ഇനി നമുക്ക് ടൈഗറും ബിയറും കണ്ടിട്ട് വരാം. ഇവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ടോ? കൊറേ ബംഗാൾ ടൈഗർ. ആക്ച്വലി ഇവിടെ സാധനം ഇല്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് സ്പീക്കർ വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ടൈഗർ ഒന്നും ഇല്ല, ഡമ്മി മാത്രമേ ഉള്ളൂ. ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ, ആളിവിടെ ഉണ്ട്. സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തിട്ടുണ്ട്. സ്പീക്കറിലെ ആളുണ്ട്. ഏഷ്യാനെറ്റിക് സാധനമുണ്ട് കേട്ടോ. ഹെവി റെസ്റ്റിംഗ് ആ പുള്ളിക്കാരൻ. ആരെവിടെ ഇത് കിട്ടിയ കുറച്ചിട്ട് എമു 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 കരടിയല്ല, മറ്റേ ഓടിയൊക്കെ സാധനമാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിനി കുറച്ച് കുറഞ്ഞിലേക്ക് കാണാം. മറ്റേ വിജയുടെ ആളാണോ? വിജയുടെ ഇവനാണ് ഐറ്റം. വിജയുടെ സിനിമയില സുബ്രഹ്മണി. പക്ഷെ കാണില്ല ആശാന്. സുബ്രഹ്മണി ഗോൾഡൻ ചാക്കൽ. ചെന്നായല്ല കുറുക്കുമ്പോ എക്സലന്റ് വ്യൂ. സമയം കളയാൻ വേണ്ടി മാത്രം വന്നാൽ മതി. പൂക്കോടിലേക്കില്ലേ നമ്മുടെ വയനാട്. ഇതിനകത്തുള്ള ബോട്ടിങ്, പക്ഷെ ഇതിന്റെ ബോട്ടിങ് അത്ര ഒരു സുഖമൊന്നുമില്ല. അത് ഇച്ചിരി ഏരിയ ഉള്ളു. 2 വട്ടം ഇടുമ്പോ അവിടെ എത്തും. പിന്നെ ഒരു മോട്ടർ അടിച്ച് വെള്ളമൊക്കെ ചുറ്റിക്കുന്നുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, സമാധാനം. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാണാമോ എനിക്കറിയില്ല. ഹിപ്പോപ്പൊട്ടാമസ് അവിടെ ഇപ്പുണ്ട്.
ഇവിടെ ജയിച്ച സാധനമാണ്. പുള്ളിമീനാണല്ലോ, പുള്ളിയൊക്കെ ഉണ്ട്. വന്നിട്ട് ഞങ്ങളുണ്ടല്ലോ ഒരു പരിവായി. എന്താണ് വയ്യ നിങ്ങക്ക്? ഒരു സ്പീഡ് കുറവ്. കുഞ്ഞുമാനാണ്. കുഞ്ഞുമാന്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടാ പിന്നെ അതേപോലെ ആണ്. ഇതൊക്കെ കുറച്ച് നാളായിട്ടുള്ള തോന്നും. നമ്മുടെ ആനച്ചൻ. ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന പിള്ളേരെ കൊണ്ട് ഇവിടെ ഒന്നായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. മരം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സമ്മതം ഇട്ടേക്കുക. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആനെ കുറച്ച് ക്ലിയർ കാണാൻ പറ്റും. പക്ഷെ നെറ്റ് ഇട്ടേക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഈ ചൂടില്ലാത്താണ് ഏതൊരു ആശ്വാസം. നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ചങ്ങലൊക്കെ ഇട്ടിനെ വളർത്താനാണ് ഏറ്റവും കൂടുതൽ സാധനം. സുവർണമുഖിയുടെ എന്തോ ഒരു സെറ്റപ്പ്. ഇവിടെ അറപ്പാനുണ്ടോ? ഇവിടെ അറപ്പാനെ കാണില്ലല്ലോ. ഐസിന്റെ പേര് ചീസ് കേക്ക് ഐസ്ക്രീം. എന്തെങ്കിലാട്ടെ. സിംഗം. സിംഗത്തെ കൂട്ടിൽ പത്രക്ക് വീട്ടിൽ പത്രക്ക്. ശരി, തത്തല്ലേ ഇത്? ചുവന്ന തത്ത, പച്ച തത്ത. ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു സംഭവം ഞാൻ കണ്ടില്ല. ഇതേ മാടത്തെ അതിനകത്ത് ഇറങ്ങാം. ഞാൻ നാടന്നത്ത. അതൊക്കെ അങ്ങനെ വെക്കും. എടി ഇതിന്റെ അകത്ത് സ്പീക്കർ വെച്ചിട്ടുണ്ടോ? സ്പീക്കർ വെച്ച് സൗണ്ട് ഉണ്ടാക്കും. ആമേണ്ട. എന്റെ അമ്മ എന്താ നിറച്ചാമയുള്ള ഇത് നക്ഷത്രാമയുണ്ട് അകത്ത് കണ്ട. ഇവിടെ കയറിയാണ്. ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ചിരിച്ചിരിക്കുന്ന ആള്. നമസ്കാരം. അതൊക്കെ കൊണ്ട് ഇടുവര്. അങ്ങോട്ട് പോയി ഈ സൈഡ് ഉണ്ടോ നോക്കാം. എനിക്കത് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് കയറിയത് ആണ് മുഴുവൻ വന്ന്. കണ്ടോന്നറിയില്ല. ദൈവം പോകുന്ന സാധനം കണ്ടോ? ചാടി കൊത്തില്ല ഇപ്പൊ ഇത്. ഞാൻ വിളമ്പുന്ന ആവശ്യമില്ലായിരുന്നു. മനുഷ്യര ശരി. പടം വരെയുണ്ടോ അവിടെ? ഓ ഗൈസ്, എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ല. സോറി. ഇത് മഞ്ഞച്ചേരയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മരത്തെ ഇരിക്കണത് എന്താ? ഒരു ഓറഞ്ച് കളർ ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ മേലെ നിൽക്കുക. ലെഫ്റ്റ് സൈഡിൽ അവിടെ ഈ ലെവല് ഫുള്ള് കോഴിയായിരുന്നു. ഞങ്ങൾ സ്കിപ്പ് ചെയ്ത്. കോഴിനെ കണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ അവസാനത്തെ ആളായ മുതല, ചീങ്കണ്ണി,
കുഞ്ഞുങ്ങൾ അവിടെ, വലുത് ഇവിടെ. ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞില്ലേ? സാധാരണ കുരങ്ങുകളല്ല, സംതിങ് സ്പെഷ്യൽ സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ നോക്കാൻ ബോർഡും കാണാനില്ല. കുറേ ഉണ്ട്, കാരണം ഇവിടെ പ്രത്യേക ഒരു കേജിലൊക്കെ ഇട്ടേക്കുക. ഇവിടെ മുഴുവനും താറാവ്, കൊക്ക്, അതേപോലെ കുറേ സാധനങ്ങൾ ഇട്ടേക്കെ. ഇതുകൂടി കഴിയുമ്പോഴത്തേക്കും ഇതവിടെ എക്സിറ്റായി കഴിഞ്ഞു. ഇത് ഫുള്ള് കറണ്ട് ഇട്ട് വെച്ചേക്കാണ്. ഫുള്ള് കറണ്ട്, മരത്തെ വരെ കറണ്ടാണ്. കണ്ടോ, കയറിപ്പോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ള് കറണ്ട് കൂട്ടിലിട്ടേക്കുക. അല്ല, പിന്നെ നമ്മളിപ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ കുറച്ച് ഫുള്ള് എന്തോ ചെയ്യുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കറണ്ടൊക്കെ ഇട്ട് വെച്ചേക്കണം. ഇതാണല്ലേ കുരങ്ങാണ്. കുരങ്ങ് ഫുള്ള് നേരത്തെ പറഞ്ഞ തന്നെ കറണ്ട് ഇട്ടേക്കുക. ഈ സമയം നടന്നു വരുമ്പോഴത്തേക്കും അടുത്ത കുരങ്ങ്. ഇത് മറ്റേ സിംഹവാലം കുരങ്ങാൻ തോന്നും. അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ ഫസ്റ്റ് റൈഡ് ബന്നാർഘട്ട സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് നോക്കിയിട്ട് വരാം. ബൈ.